ഷിരൂരില് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും ലോറിയും അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് കമന്റ് ബോക്സിലും പിന്നെ എന്റെ പേഴ്സണൽ ഇൻബോക്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് ഞാനും ടി വിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീണ്ടും തിരച്ചിൽ തുടങ്ങുന്നു. 13-ാം തീയതി തിരച്ചിൽ തുടങ്ങി. 13-ാം തീയതി ഒരു 2 മണിക്കൂറേ തിരയാൻ പറ്റിയിട്ടുള്ളൂ. ഐ തിങ്ക് നേവി ഉണ്ടായിരുന്നില്ല, ഈശ്വർ മൽപ്പെ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ എനിക്ക് നേവി വരുന്നു, ഡൈവേഴ്സിന്റെ എണ്ണം കൂടുന്നു. 14th 15th തെരച്ചിലില്ല, അഗെയിൻ 16th വീണ്ടും എന്ത് ചെയ്യുന്നു, ഇന്ന് തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഇതേ അപ്ഡേറ്റ്സ് തന്നെയാണ് ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കയറ് കിട്ടിയ കാര്യവും ജാക്ക് കിട്ടിയ കാര്യവും പിന്നെ ഓരോ പാർട്സ് കിട്ടുന്ന സമയത്തും അതിങ്ങനെ മീഡിയാസ് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. മനാഫ് അത് വെരിഫൈ ചെയ്യാൻ പോകുന്നു. മനാഫ് കയറ് കണ്ടപ്പോൾ ഓക്കെ, ഈ കയറ് ലോറിയുടേതാണ് എന്ന് മനാഫ് ഉറപ്പ് വരുത്തി. അതിനുശേഷം ജാക്കി കണ്ട സമയത്തും ഫസ്റ്റ് ജാക്കിയെ കിട്ടി. അപ്പോൾ ജാക്കി കിട്ടിയ സമയത്തും മനാഫ് അവിടെ ചെന്നിട്ട് അത് ഉറപ്പ് വരുത്തിയിരുന്നു, അത് ഓക്കെ പുതിയതാണ്, സോ അത് നമ്മുടെ വണ്ടി തന്നെ ആവാം എന്ന് പറഞ്ഞിട്ട് അവിടെ മനാഫ് അത് ഉറപ്പ് വരുത്തിയിരുന്നു. ചാനലുകൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇടുന്നുണ്ട്. ഈശ്വർ മൽപ്പെ പോകുന്നു, താഴുന്നു, പൊങ്ങുന്നു, അതിൻ്റെ ഒരു കമൻട്രി ഇങ്ങനെ പറയുന്നു. ആ വഴിക്ക് റിപ്പോർട്ടർ ചാനലിന് നല്ല രീതിയിലുള്ള കൊട്ട് കമന്റ് ബോക്സിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു ചോദ്യമുണ്ട്. അർജുൻ വണ്ടി, മനാഫ് പറയുകയാണ് ഇത് വണ്ടീൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്. അതിലും കൂടുതൽ വേറെ ഇല്ല, കാരണം മനാഫാണ് വണ്ടീൻ്റെ ഓണർ. മനാഫ് പറയുകയാണെങ്കിൽ ഈ ഭാഗം എൻ്റെ വണ്ടീൻ്റെ ആണെന്ന് പറഞ്ഞാൽ ആണ്, ഈ ഭാഗം അല്ല എന്ന് പറഞ്ഞാൽ അല്ല. ഇതിലിപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഫോറൻസിക് ടെസ്റ്റ്, എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ട് ഇത് ആ വണ്ടീൻ്റെ തന്നെയാണ്. അപ്പോൾ മനാഫ് പറയുന്നതിൽ നിന്ന് വിട്ടിട്ട് ഇത് അർജുൻ്റെ വണ്ടി തന്നെയാണ് എന്ന് കൺഫേം ചെയ്യാനുള്ള എന്തെങ്കിലും വേറെ മാർഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എനിക്ക്. പിന്നെ കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടും പൊടിയുമായിട്ടാണ് കിട്ടുന്നത്. ഇൻടാക്റ്റ് ആയിട്ട് കിട്ടിയത് ആകെ ആ ഒരു ജാക്കി മാത്രമാണ്. അത് മേ ബി വണ്ടി അവിടുന്ന് റോട്ടിൽ നിന്ന് മണ്ണിനോടൊപ്പം തെന്നി തെറിച്ച് പോയ സമയത്ത് വീണ് പോയി, അങ്ങനെ അതിനടിയിൽ പെട്ടതായിരിക്കാം. ഇനിയും മൺകൂനുണ്ട്, ഡ്രഡ്ജർ വരാനുണ്ട്. വന്നു കഴിഞ്ഞാൽ 22-ാം തീയതി ആവും എന്നൊക്കെ ഇന്ന് കുറേ അപ്ഡേറ്റ് കണ്ടു. അപ്പോൾ അത് വന്ന് മാന്തി നോക്കി അതിനടിയിലുള്ള മല ഇടിഞ്ഞു പോന്നപ്പോൾ അതിനകത്ത് കുറേ മരവും കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പം അത് മൊത്തത്തിലെടുത്ത് മാറ്റിയാൽ തന്നെ ലോറിയുടെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ, ആ ക്യാബിൻ അതിനകത്ത് ഇൻടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതിനകത്ത് അർജുൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഹോപ്പും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇന്ന് മനാഫ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതിന്റെ ഉള്ളിൽ എത്ര ലോറി ഉണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഏകദേശം ഒരു 10-25-30 സാധനങ്ങൾ വന്നു കഴിഞ്ഞ്. അതൊക്കെ ഓരോ ലോറിന്റെ ഓരോരോ ചെറിയ ചെറിയ പാർട്സുകളാ, ഭാഗങ്ങളാ. അതായത് ആ ലോറി എന്തായാലും ചിതറിക്കണ്. ആ ചിതറിയതാണ് കാണുന്നത്. ഇതുവരെ ഇപ്പൊ ഇന്നിപ്പോ വലിയൊരു കയറ് വലിച്ചു കയറ്റി ഈശ്വർ മൽപ്പെ. ആ കയറ് നമ്മളതാണ്. ബാക്കിയുള്ള ഇപ്പം കയറിക്കൊണ്ടിരിക്കണ ഇന്നിപ്പോ ഒരു 10-15 ടൈപ്പ് പാർട്സുകൾ വന്ന് ഒന്നും നമ്മളതല്ല. ഇതൊക്കെ ഏതൊക്കെ വാഹനത്തിൻ്റെതാണെന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ല. എത്ര വാഹനം ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും ഐഡിയ ഇല്ല. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടോ ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ഇവരതിനെ അലക്ഷ്യമായിട്ടാണ് ഇടുന്നത്. എനിക്ക് ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. കാരണം തന്നെ എന്തൊക്കെ ഒരുപാട് സാധനം വരുന്നുണ്ട്. അതന്നെ ഇപ്പൊ നമ്മള് ടാങ്കർ ലോറി ഉണ്ട് പറഞ്ഞു. പക്ഷെ ഈ വരുന്ന സാധനങ്ങൾ പലതും ടാങ്കർ ലോറിന്റെ അല്ലാത്തതും വരുന്നുണ്ട്. ഇന്നിപ്പോ കിട്ടിയ ഒരു ഡോറിന്റെ ഒരു സൈഡ്, അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഉള്ള കയറുള്ള ഭാഗത്ത് നിന്ന് തന്നെ ഇപ്പൊ കയറ് ശരിക്ക് കയറ്റിയതല്ല, ആ മരം കയറ്റിയതിന്റെ കൂട്ടത്തില് കയറ് കൂടി കയറി വന്നതാ. നേരത്തെ ആ മരത്തുനിന്നായിരിക്കില്ലേ ഒരു കയറിന്റെ മുന്നേ പറഞ്ഞതാണല്ലോ. ഏത് ഈ മൊത്തം മല ഇടിഞ്ഞു വന്നപ്പോ മലന്റെ മുകളിലുള്ള മരങ്ങളടക്കാണ് വന്നിട്ട് ഇരുന്നത്. അപ്പൊ ഈ മരങ്ങള് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇത്രയും ദിവസം, ഇപ്പൊ 2 ദിവസം തെരഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു ഭാഗം കിട്ടാത്തത് കാരണം നമ്മളെ വണ്ടി അങ്ങനെ അങ്ങോട്ട് എന്താ പറഞ്ഞാൽ അത്ര വലിയൊരു പരിക്ക് ആയിണ്ടാവില്ല പ്രതീക്ഷിക്കുന്നു. പക്ഷെ മറ്റേ വണ്ടിയാണെങ്കിൽ ഫുള്ള് പൊട്ടിത്തെറിച്ചിരിക്കണത് കണ്ടാ. ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ, ആ വണ്ടി ഫുള്ള് പൊട്ടിത്തെറിച്ചിരിക്കണ. അപ്പൊ അതേതാ വണ്ടി? ടാങ്കർ. ഞാൻ അന്ന് മുതൽ വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുത്തെ ലോക്കൽസ് പറയുന്നുണ്ട്, അവിടെ പരിക്ക് പറ്റിയവർ പറയുന്നുണ്ട്, അതർ സൈഡിലുള്ള ആളുകൾ ടാങ്കർ പൊട്ടിത്തെറിച്ചേ. നിങ്ങളിപ്പോൾ കിട്ടുന്ന പാർട്സ് നിങ്ങൾ നോക്കിക്കോ.
ടാങ്കറിന്റെ പാർട്സ് കിട്ടുന്നുണ്ട്, എല്ലാം ചിന്നിച്ചതറി കഷ്ണമായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അതും തന്നെ നമുക്ക് ലൈക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ഞാൻ ശരിയാണെന്നൊന്നും പറയുന്നില്ല, അങ്ങനെ ക്ലെയിമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പൊട്ടിത്തെറി, ഒരു ടാങ്കർ അതിനടിയിൽ വെള്ളത്തിൽ വെച്ച് അത്രയും ഫോഴ്സിൽ അന്ന് വെള്ളം വന്ന ടൈമിൽ മലയും മണ്ണും ചളിയും വെള്ളത്തിനടിയിൽ ടാങ്കർ ലൈനിൽ അടിച്ച് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഭിന്നമായി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പാർട്സ് കിട്ടുക. പൊട്ടും പൊടിയായിട്ടൊക്കെ തന്നെ കിട്ടുക ആ ടാങ്കറിന്റെ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടക്കാതിരിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ, ഇൻടാക്റ്റ് ആയിട്ട് എല്ലാം ലോറിയും ഒക്കെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ടാങ്കർ പൊട്ടിയ കൂട്ടത്തിൽ ലോറി ഉണ്ടെങ്കിൽ അർജുൻ്റെ പിന്നെ ഒന്നും കിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും ഇതേമാതിരി പൊട്ടും പൊടിയായിട്ട് എന്തെങ്കിലും ആ സ്ലിപ്പായി പോണ വഴിക്ക് ഇപ്പോൾ കുറേ തടിക്കഷ്ണങ്ങൾ കുറേ കിലോമീറ്റർ അപ്പുറത്ത് കിട്ടി എന്നുള്ളത് മനാഫ് തന്നെ വെരിഫൈ ചെയ്തു. അപ്പോൾ ഈ വണ്ടി സ്ലിപ്പായി പോണ വഴിക്ക് കയറ് പൊട്ടി കുറേ തടിക്കഷ്ണം അവിടെ വീണു, കയറ് ഏതെങ്കിലും മരത്തുമ്പോൾ ചുറ്റി അങ്ങനെ പോയി വെള്ളത്തിലേക്ക് വീണ് ഇങ്ങനെ ഒരു ടപ്പേന്ന് പറഞ്ഞൊരു പൊട്ടല ഉണ്ടായെന്നുണ്ടെങ്കിൽ ഒരു മാസമായിപ്പോൾ. ഒരു മാസം മണ്ണിനടിയിലൊക്കെ കുടുങ്ങി കിടക്കുന്ന എന്തെങ്കിലും പാർട്സ് ഉണ്ടെങ്കിലേ കിട്ടാൻ പോകുള്ളൂ. അതൊരു പൊട്ടിത്തെറിയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഈ ലോറിയും പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴോ അതൊക്കെ കടലിൽ പോയി അടിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോൾ ഈ ഗംഗാവലിപ്പുഴ ചെന്ന് കൂടുന്ന ആ ഒരു അഴിമുഖം ഉണ്ടല്ലോ, അവിടെ ആ ചെന്ന് കൂടുന്ന സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ലോറിയുടെ വല്ല പാർട്സും കിട്ടുമായിരിക്കും. അങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് പോവാനുള്ളത് എന്താ ഫുൾ സ്ട്രെച്ച് മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ആണോ അത്രയും കിലോമീറ്റർ അത് ട്രൈ ചെയ്താൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഒരു ഹോപ്പാണ്. ഇല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി പൊട്ടിത്തെറിയും കാര്യങ്ങളും ബ്ലാസ്റ്റ് ഒന്നും നടന്നിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ മണ്ണിൻ്റെ കൂമ്പാരത്തിന് അടി. പക്ഷെ എന്നാലും അത്രയും വലിയ ലോറിയിൽ ഇപ്പോൾ ലൈക്ക് വിസിബിലിറ്റിയും കൂടി, വെള്ളവും കുറഞ്ഞു, എല്ലാം കൊണ്ടും ഫേവറബിൾ കണ്ടീഷനാണ് ഇപ്പോൾ. ഡ്രഡ്ജറും കൂടി വന്നു കഴിഞ്ഞാൽ ആ മരവും മണ്ണൊക്കെ മാറ്റിയാൽ നമുക്കറിയാൻ പറ്റും ഇനിയിപ്പോൾ ലൈക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, 3 പേരെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിലൊരാൾ അർജുനുമാണ് നമ്മളുടെ. ഇനി ഇതിനിടയിൽ വേറെ കുറേ ഞാൻ സൈഡിൽ കമൻ്റൊക്കെ വയ്ക്കാം. വേറെ കുറേ അതായത് ആളുകളിപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ് ഫേസ് എന്നൊക്കെ മാറിയിട്ട് പുതിയ കഥകളൊക്കെ ഇട്ട് പല പോസ്റ്റിനടിയിലും പല കഥകളും കാണുന്നുണ്ട്. അവിടെ അർജുൻ ഉണ്ടായിരുന്നില്ല, അർജുൻ വണ്ടിയും കൊണ്ടുപോയി, അർജുൻ അങ്ങനെ ചെയ്തു. ഇതൊക്കെ നിങ്ങളൊരു ടൈമിൽ നമ്മൾ ആ കുടുംബത്തിൻ്റെ ഒപ്പം നിന്നതാണ്. ആ കുടുംബത്തിൻ്റെ സങ്കടത്തിലും വേദനയിലൊക്കെ ഒപ്പം നിന്നത്. അത് നമ്മൾ ഇനിയും നിൽക്കണം. ഓക്കെ, അല്ലാതെ നമ്മൾ വീണ്ടും വന്നിട്ട് ഇനിയിപ്പോൾ ഈ കമൻറ്റിൽ മറ്റേ എന്താ പറയുക, അർജുൻ ഇല്ല, അർജുൻ വണ്ടിയും കൊണ്ട് രക്ഷപ്പെട്ട് മറ്റേ ചെയ്തു മറിച്ചേ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവരിത് കാണുമ്പോൾ അവർക്ക് ഇനിയും വേദനയല്ലേ? മനസ്സിലായ? പിന്നെ ലൈക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് വരട്ടെ, ലൈക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡിങ്സ് എന്തെങ്കിലും ഒന്ന് വരട്ടെ. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും പറയാനില്ല. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടറിൽ ആരോട് രാവിലെ മുതൽ കമൻട്രി തുറക്കണം, അതിന് ഞാനും ഇരുന്ന് കമൻട്രി തുറക്കേണ്ടി വരും. കാര്യമില്ല ഇതിൽ. ലൈക്ക് അവർ എഫേർട്സ് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നതൊരു കുറച്ചധികം ദിവസം ഇവർ 10 ദിവസം എങ്ങാണ്ട് ഇനിയും അവർ ട്രൈ ചെയ്യുന്നതാണ് അവിടുത്തെ MLA ഒരു പോസ്റ്റിൽ പറഞ്ഞ് ഞാൻ കണ്ടത്. ഗുഡ്, ബെറ്റർ. കാരണം ഇപ്പോൾ കാലാവസ്ഥ ഫേവറബിളാണ്, പുഴയുടെ കണ്ടീഷൻസ് ഫേവറബിളാണ്. ഇന്ന് കുറച്ച് കലക്കവെള്ളമാണെങ്കിലും ഇന്നലെ ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ബട്ട് ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. മിനിഞ്ഞാന്ന് അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വിസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ലെറ്റ് സി, വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഹിൻറ്റ്, ലോറി എവിടെയെന്നുള്ളതിൻ്റെ ഒരു ഹിൻറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് അർജുനെ കുറിച്ച് മനസ്സിലാവും. ലോറി എവിടെയെന്നുള്ളൊരു ഹിൻറ്റ്. അത്രയും വലിയ സാധനം എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇത്രയും വലിയ സാധനം വിത്ത് എ ലോഡ്. ആകെ കിട്ടിയത് 5 or 6 മേബി ഒരു 8 കഷ്ണം മരക്കഷ്ണം ആകെ കിട്ടിയ ആ ലോഡിനകത്തുള്ള. ബാക്കി ലോഡ് എവിടെ? ആ മരങ്ങളെവിടെ? ലോറിയുടെ ആ ജാക്കി മാത്രമേ കിട്ടിയ ലോറിയുടെ. പിന്നെ ഈ കയറും. അപ്പം മരവും കിട്ടി, കയറും കിട്ടി, ജാക്കിയും കിട്ടി, വേറെ ഒന്നുമില്ല. ലെറ്റ്സ് സീ.